ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഏഷ്യൻ വിപണികളെല്ലാം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ കൂടുതൽ ഇടിവുണ്ടാക്കിയത് കോസ്പി മാർക്കറ്റ് ആയിരുന്നു. 3% ഇടിഞ്ഞു. ഹോങ്കോങ് മാർക്കറ്റ് 2% ഇടിവ് നേരിട്ടപ്പോൾ ഷാങ്കായ് 1% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഓയിൽ പ്രൈസുകളിൽ ചൂട് ഉയരുകയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $105 പെർ ബാരൽ എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. ഇറാനുമായുള്ള ചർച്ചകളിലെ ആശയക്കുഴപ്പമാണ് ഓയിൽ പ്രൈസുകൾ ഉയരാൻ കാരണമായത്. ഇതിനിടയിൽ ട്രംപിന്റെ ധാരാളം പ്രസ്താവനകൾ വരുന്നുണ്ട്. അമേരിക്കയ്ക്കുള്ള ഒരു സമ്മാനം എന്ന നിലയിൽ ഇറാൻ 10 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടു എന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റ് നോക്കാം. അമേരിക്കൻ ഓഹരി വിപണികൾ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ടെക് ഹെവി നാസ്ഡാക്ക് 2% ഇടിഞ്ഞു. അതേസമയം S&P 500ഉം ഡൗ ജോൺസും 1% മുകളിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. യുദ്ധത്തിനെ സംബന്ധിച്ച് നിറയെ ആശയക്കുഴപ്പം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ട്രംപ് ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇറാനിൽ നിന്നുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് ആർക്കും ഒരു ധാരണ കിട്ടുന്നില്ല. പിന്നെ ബ്രണ്ട് ക്രൂഡ് ഏകദേശം $106 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഫ്ലേഷൻ ഉയരാനുള്ള ഒരു കാരണമായിട്ട് പലരും കാണുന്നുണ്ട്. ഇതും ഇന്നലെ ഓഹരി വിപണികൾ ഇടിയാനുള്ള കാരണമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ എനർജി പ്ലാന്റുകളിൽ നടത്തുന്ന ആക്രമണം 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. പോസ്റ്റ് ഡെഡ് ലൈൻ ഏപ്രിൽ 6 വരെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം HDFC ബാങ്ക് 2.73% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 1.41% ഇടിഞ്ഞു. ഇൻഫോസിസ് 0.08% ഇടിഞ്ഞപ്പോൾ വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.65% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ 3% മുകളിൽ ഇടിഞ്ഞ കോസ്പി മാർക്കറ്റ് ഇന്നും 2.5% മുകളിലുള്ള ഒരു ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.27% ഇടിവിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,082.50 എന്ന നിലയിൽ 195 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് ഏകദേശം 215 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. യൂറോപ്യൻ വിപണികളും ഇന്നലെ 1% മുകളിലുള്ള ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് 2.7% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ 1,06,000 എന്ന നിലയിലാണ്. ഇനി ഇന്നത്തെ ചോദ്യമായിട്ട് പറയാനുള്ളത്, സ്വർണം ഇപ്പോൾ റീസെന്റ് ഹൈയിൽ നിന്നും ഏകദേശം 16% ഇടിഞ്ഞിരിക്കുന്നത്. ഒരു സമയത്ത് പവന് 1,00,000 താഴെ വരെ എത്തിയിരുന്നു. ഇപ്പോൾ സ്വർണത്തിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ സ്വർണം വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. 65% IPO സ്റ്റോക്കുകളും ബിലോ ഇഷ്യൂ പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2026 108 കമ്പനികൾ IPO വഴി ഏകദേശം 1.75 ലക്ഷം കോടി രൂപ സമാഹരിച്ചു. 71 കമ്പനികൾ 65.5% ഇപ്പോൾ IPO വിലയേക്കാൾ താഴ്ന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ 71 കമ്പനികളിൽ 50% കമ്പനികളും ലിസ്റ്റിംഗ് ദിനത്തിൽ ലാഭം നൽകിയ കമ്പനികളായിരുന്നു. പിന്നീടാണ് വലിയ നഷ്ടമുണ്ടായത്. എന്തുകൊണ്ടാണ് IPO സ്റ്റോക്കുകൾ താഴേക്ക് പോകുന്നത്? ഉയർന്ന വാല്യുവേഷൻ തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. IPO സമയത്ത് കമ്പനികൾക്ക് അമിതമായ വില നിർണ്ണയമുണ്ട്. മാർക്കറ്റ് ബൂം കാരണം വലിയ യാഥാർത്ഥ്യത്തെക്കാൾ ഉയർന്ന വിലയിലാണ് ഇവ ലിസ്റ്റ് ചെയ്യുന്നത്. ഭാവിയിലെ ലാഭം വളരെ പോസിറ്റീവായി കണക്കാക്കി അമിത ഏർണിങ്സ് എസ്റ്റിമേറ്റ് വളരെ ഉയർന്ന നിലയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഈ സ്റ്റോക്കുകളിൽ വലിയ പ്രതീക്ഷയാണ് ഏറെ ഇൻവെസ്റ്റേഴ്സിനുമുള്ളത്. അതിൽ തന്നെ ഒരു പ്രത്യേകം ഒരു വാർണിംഗ് സിഗ്നൽ ആയിട്ട് കാണാൻ കഴിയുന്നത് 108ൽ 40 സ്റ്റോക്കുകളും ആദ്യത്തെ ദിവസം തന്നെ ഇഷ്യൂ പ്രൈസിന് താഴെ പോയ സ്റ്റോക്കുകളായിരുന്നു. അതായത് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ട്രാപ്പ് എന്നത് തന്നെയാണ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ലിക്വിഡിറ്റി ഇഷ്യൂയും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. IPOകളിൽ പല സ്റ്റോക്കുകളും ഇത്തരത്തിൽ ലിക്വിഡിറ്റി കുറവുള്ള സ്റ്റോക്കുകളാണ്. ഇവ വലിയ ഇടിവിലേക്കും പോകുന്നു. ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടിയ പല സ്റ്റോക്കുകളും വലിയ ഇടിവിലേക്കാണ് പോയിട്ടുള്ളത്. അതിൽ തന്നെ കുറച്ച് കമ്പനികൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോട്ടിസ് 68%, VMS TMT 60%, ജിൻകുശാൽ ഇൻഡസ്ട്രീസ് 58%, ശ്രീരാം ട്വിസ്റ്റെക്സ് 57% ഇടിവ്,
മംഗൾ ഇലക്ട്രോണിക്സ് 56% ഇടിവ്, സോളാർ വേൾഡ് എനർജി 55% ഇടിവ് എന്നിങ്ങനെയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ IPO എന്നത് എപ്പോഴും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യമല്ല. ഹൈ വാല്യുവേഷൻ IPOകൾ ഹൈ റിസ്ക് തന്നെയാണ്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ ഫണ്ടമെന്റൽസ്, വാല്യുവേഷൻ, ബിസിനസ് ക്വാളിറ്റി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാത്രം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISന്റെ സെല്ലിംഗ് ഏറ്റവും കുറഞ്ഞ ഒരു ദിവസമായിരുന്നു ബുധനാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 1805 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത്. ഫെബ്രുവരിക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ ഒരു സെല്ലിംഗ് ചെയ്ത ദിവസം കൂടിയായിരുന്നു ബുധനാഴ്ച. DIS ആവട്ടെ 5430 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ബുധനാഴ്ച ക്ലോസ് ചെയ്യുന്നത് 23,306-ൽ 394 പോയിൻറ്റ്സ് ഉയർന്നാണ്. പലരും നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നത് നിഫ്റ്റി ഇനി മുകളിലേക്ക് പോകുമോ എന്നൊക്കെയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിഫ്റ്റിയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഫോമായിരിക്കുന്നത് ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജിക്ക് സമാനമായിട്ടുള്ള ഒരു ഡോജി ക്യാൻഡിലാണ്. ഈ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ 50% മുകളിലായിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് ഘടകമായിട്ട് അതിനെ കണക്കാക്കാം. ഇതുകൂടാതെ തൊട്ട് അപ്സൈഡിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് അപ്സൈഡിൽ ഈ ഒരു സോൺ കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ടുള്ള ആ ഒരു ഡൗൺവേർഡ് റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് വീക്ക്ലി ചാർട്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്സൈഡിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ കൂടി നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതും ഒരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിലും ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം കുറച്ചുകൂടി സ്പീഡ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,674-ൽ 1,069 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിൽ നമ്മൾ വരച്ച ആ ഒരു സോണിനുള്ളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഈ ഒരു സോൺ നമ്മൾ ഒരുപാട് മുൻപ് വരച്ചതാണ്. ഈ ഒരു സോണിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും 2025 മെയ് മാസത്തിലും കൂടാതെ 2025 സെപ്റ്റംബർ മാസത്തിലും ഇതേ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ വന്നിരുന്നത്. ഇത്തവണ ആ ഒരു സോണിൽ നിന്നും താഴേക്ക് പോയിരുന്നു. ഒരുപക്ഷെ ഇത്തവണ ഒരു റീടെസ്റ്റിനായിട്ടുള്ള ഒരു വരവായിരിക്കാം. അല്ലെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയായിട്ടും ഇതിനെ കാണാൻ കഴിയും. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.